ഹലോ, എല്ലാവർക്കും അനന്തസ് ലേണിംഗ് ഹബിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ഇംഗ്ലീഷിലെ വൊക്കാബുലറിയുടെ പാർട്ട് 3 ആണ് എടുക്കാൻ പോകുന്നത്. വേർഡ്സ് റിലേറ്റഡ് ടു ഫിയർ അല്ലെങ്കിൽ ടൈപ്സ് ഓഫ് ഫോബിയാസിന്റെ പാർട്ട് 3 ആണ് നമ്മൾ എടുക്കുന്നത്. കഴിഞ്ഞ 2 പാർട്ടിലുള്ളതുപോലെ അത്ര എളുപ്പമായിട്ടുള്ള വാക്കുകളല്ല ഇന്ന് നമ്മൾ പഠിക്കുന്നത്. അഡ്വാൻസ്ഡ് ലെവലിൽ എക്സാമുകൾക്ക് ചോദിച്ചിട്ടുള്ള കുറച്ച് വാക്കുകൾ ഇൻക്ലൂഡ് ചെയ്തിട്ടാണ് ഇന്ന് നമ്മുടെ ക്ലാസ് എന്ന് പറയുന്നത്. ഓക്കെ, നമുക്ക് നേരെ അപ്പോൾ വീഡിയോയിലേക്ക് പോവാം. നമ്മൾ പഠിക്കുന്ന ആദ്യത്തെ വേർഡ് എന്ന് പറയുന്നത് ആൻലോഫോബിയ ആണ്. ഇന്ന് പഠിക്കുന്ന കാര്യങ്ങളെല്ലാം കൃത്യമായിട്ട് എഴുതി വെച്ച് വേണം കൃത്യമായിട്ട് പഠിക്കേണ്ടത്, അല്ലാന്നുണ്ടെങ്കിൽ മറന്നുപോകും. നമുക്കതിന് ഷോർട്ട് കട്ട് ആയിട്ടൊന്നും പറയാനില്ല. ഡയറക്റ്റ് എന്താണ് ഇത് ആൻലോഫോബിയ എന്ന് വെച്ചാൽ എന്താണ്, അങ്ങനെ ആ രീതിയിൽ നമുക്ക് ഈ ഒരു ഇന്ന് പഠിക്കാൻ പോകുന്ന ഫോബിയാസ് പഠിക്കാനായിട്ട് സാധിക്കത്തുള്ളൂ. ഓക്കെ, സോ ഫസ്റ്റ് വേർഡ് ആൻലോഫോബിയ. എന്താ ആൻലോഫോബിയ? ഫിയർ ഓഫ് ഫ്ലഡ് ആണ് ആൻലോഫോബിയ എന്ന് പറയുന്നത്. ഓക്കെ, ആൻലോഫോബിയ എന്ന് വെച്ചാൽ ഫിയർ ഓഫ് ഫ്ലഡ് ആണ്. ബ്ലെനോഫോബിയ, ഫ്ലഡ് എന്ന് വെച്ചാൽ അറിയാലോ, പ്രളയം അല്ലെ. അപ്പോ ബ്ലെനോഫോബിയ എന്ന് പറയുന്നത് ഫിയർ ഓഫ് സ്ലൈം ആണ്. സ്ലൈം എന്ന് വെച്ചാൽ ചെളി. ഓക്കെ, ചെളിയോടുള്ള ഡേർട്ടിനോടുള്ള ഒരു 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 തരത്തിലുള്ള പേടിയാണ്, അല്ലെങ്കിൽ ഒരു ഇറിറ്റേഷൻ ആണ് എന്തെന്ന് പറയുന്നത് ബ്ലെനോഫോബിയ എന്ന് പറയുന്നത്. നെക്സ്റ്റ് മാസ്റ്റിഗോഫോബിയ. മാസ്റ്റിഗോഫോബിയ അതെന്താ? ഫിയർ ഓഫ് ബീറ്റിംഗ്. ആരെങ്കിലും നമ്മളിപ്പോ സ്കൂളിലൊക്കെ ചെല്ലുന്നവർ, കുഞ്ഞു കുട്ടികൾ സ്കൂളിലൊക്കെ ചെല്ലുമ്പോൾ അവർക്കൊരു പേടി കാണത്തില്ലേ, ടീച്ചർ ഒന്ന് അടിക്കുവോ, ആ രീതിയിൽ അങ്ങനെയുള്ള ആ ഒരു പേടി, ബീറ്റിങ്ങിനെ, അടിയെ അല്ലെങ്കിൽ അക്രമത്തെ പേടിയുള്ളതിനെയാണ് മാസ്റ്റിഗോഫോബിയ എന്ന് നമ്മൾ പറയുന്നത്. മാസ്റ്റിഗോഫോബിയ മൂന്നെണ്ണം അറിയാലോ: ആൻലോഫോബിയ, ബ്ലെനോഫോബിയ, മാസ്റ്റിഗോഫോബിയ. നെക്സ്റ്റ് സയോഫോബിയ. സയോഫോബിയ എന്താ? എസിൽ സ്റ്റാർട്ട് ചെയ്യുന്നതുകൊണ്ട് നമുക്ക് പറയാം ഷാഡോ, നിഴലിനെ പേടിയുള്ള ഫോബിയയാണ് എന്തെന്ന് പറയുന്നത്. നിഴലിനെ പേടിയുള്ള ഫോബിയാണ് നമ്മൾ സയോഫോബിയ എന്ന് പറയുന്നത്. ഫിയർ ഓഫ് ഷാഡോ, മറന്നു പോകരുത്. സയോന്നോ സ്കയോഫോബിയ എന്നോ ഒക്കെ പറയാം. ഓക്കെ, സ്കയോഫോബിയ എന്താ? ഫിയർ ഓഫ് ഷാഡോ. നെക്സ്റ്റ് ക്സെനോഫോബിയ. വാട്ട് യു മീൻ ബൈ ക്സെനോഫോബിയ? എന്താ ഈ ക്സെനോഫോബിയ? ഫിയർ ഓഫ് സ്ട്രേഞ്ചർ, അപരിചിതരെ കാണുമ്പോൾ പെട്ടെന്ന് ഇപ്പോൾ രാത്രിയൊക്കെ നമ്മൾ നടന്നു പോകുന്ന സമയത്ത് നമുക്ക് ഒട്ടും പരിചയമില്ലാത്ത ഒരാളെ അല്ലെങ്കിൽ അപരിചിതരെ കാണുമ്പോൾ ഉള്ള അവരോടുള്ള ഒരു പേടി, ഇയാൾ നമ്മൾ എന്തെങ്കിലും ചെയ്യുമോ, അങ്ങനെയൊക്കെയുള്ള പേടി വരാറില്ലേ? അപ്പൊ അത്തരം പേടി, അതിനെയാണ് നമ്മൾ ക്സെനോഫോബിയ എന്ന് പറയുന്നത്. ഓക്കെ, ഫിയർ ഓഫ് സ്ട്രേഞ്ചർ, അതിനെയാണ് ക്സെനോഫോബിയ എന്ന് പറയുന്നത്. നെക്സ്റ്റ് കോനിയോഫോബിയ. കോനിയോഫോബിയ എന്താ? കോനിയോഫോബിയ ഫിയർ ഓഫ് ഡസ്റ്റ്, പൊടിപടലങ്ങളെ, പൊടിയെ പേടിയുള്ളതിനെയാണ് നമ്മൾ കോണിയോഫോബിയ എന്ന് പറയുന്നത്. ഓക്കെ, സോ 6 വേർഡ് ക്ലിയർ ആണല്ലോ? 6 വേർഡ് ക്ലിയർ ആണല്ലോ? ആൻലോഫോബിയ ഫ്ലഡ്, ബ്ലെനോ സ്ലൈം, മാസ്റ്റിഗോഫോബിയ ബീറ്റിംഗ്, സ്കയോഫോബിയ ഷാഡോ, സെനോഫോബിയ ക്സെനോ സ്ട്രേഞ്ചർ, ഓക്കെ, കോണിയോഫോബിയ ഡസ്റ്റ്. ഓക്കെ, മൈക്രോഫോബിയ എന്തായിരുന്നു? മൈക്രോഫോബിയ നമ്മൾ വളരെ ചെറിയ പാർട്ടിക്കിളിനെ പേടിയുള്ളതിനെയാണ് മൈക്രോഫോബിയ എന്ന് നമ്മൾ പറഞ്ഞു അല്ലെ. അപ്പൊ അവിടെ നമ്മൾ ഈ ഒരു കോണിയോഫോബിയയുടെ കാര്യവും പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഓക്കെ, സോ കോണിയോഫോബിയ എന്ന് വെച്ചാൽ എന്താ? ഫിയർ ഓഫ് ഡസ്റ്റ്. അടുത്തത് ഒണൈറോഫോബിയ. ഇത് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള വാക്കുകളാണ്. ഒണൈറോഫോബിയ എന്താ? ഫിയർ ഓഫ് ഡ്രീം, സ്വപ്നങ്ങളെ പേടിയുള്ളതിനെയാണ് നമ്മൾ ഒണൈറോഫോബിയ എന്ന് പറയുന്നത്. ഓക്കെ, ക്ലിയർ ആണോ? ഒണൈറോഫോബിയ ഫിയർ ഓഫ് ഡ്രീം. അടുത്തത് പോഗോഫോബിയ. പോഗോഫോബിയ എന്താ? താടി വരാൻ അല്ലെങ്കിൽ താടിയെ പേടിയുള്ളതിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? പോഗോഫോബിയ. ചിലർക്ക് താടി വളർത്തുന്നതൊക്കെ ഭയങ്കര പേടിയാണ് അല്ലെ. സോ അത്തരം പേടിയാണ് നമ്മൾ പോഗോഫോബിക് എന്ന് പറയുന്നത്, അല്ലെങ്കിൽ പോഗോഫോബിയ എന്ന് പറയുന്നത്. ഓക്കെ, ഫിയർ ഓഫ് ബിയേർഡ്സ്. നെക്സ്റ്റ് ഗ്ലോസോഫോബിയ. എന്താ ഗ്ലോസോഫോബിയ? ഫിയർ ഓഫ് പബ്ലിക് സ്പീക്കിംഗ്. ഇത് നമ്മളുടെ ഒരു 90% പേർക്കും പേടിയുള്ള ഒരു കാര്യമാണ്. പബ്ലിക് സ്പീക്കിംഗ് എന്താണ്? പൊതുസ്ഥലത്ത് സംസാരിക്കാനായിട്ട് ഒരു മൈക്ക് വന്നിട്ട് സംസാരിക്കാൻ പറഞ്ഞാൽ നമ്മളൊക്കെ എന്ത് ചെയ്യും? ഞാനൊക്കെ ആണെങ്കിൽ പേടിച്ചു പോകും. സോ ഫിയർ ഓഫ് പബ്ലിക് സ്പീക്കിങ്ങിനെയാണ് നമ്മൾ ഗ്ലോസോഫോബിയ എന്ന് പറയുന്നത്. ഓക്കെ, സോ ഗ്ലോസോഫോബിയ എന്താണ്? ഫിയർ ഓഫ് പബ്ലിക് സ്പീക്കിംഗ് ആണ്. നെക്സ്റ്റ് വേർഡ് സ്കോപ്പോഫോബിയ. സ്കയോഫോബിയ നമ്മൾ പറഞ്ഞായിരുന്നു അല്ലെ, എന്താ? ഷാഡോയെ പേടിയുള്ളതാണ്. സ്കോപ്പോഫോബിയ എന്താ? സ്കോപ്പോഫോബിയ ഫിയർ ഓഫ് ബീങ് വാച്ച്ഡ്, നമ്മളെ ആരെങ്കിലും ശ്രദ്ധിക്കുന്നുണ്ടോ, നമ്മളെ ആരെങ്കിലും നോക്കുന്നുണ്ടോ, അത്തരത്തില് നമ്മുടെ ഉള്ളില് ജനിക്കുന്ന പേടിയെ, അല്ലെങ്കിൽ അത്തരം പേടിയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? സ്കോപ്പോഫോബിയ എന്ന് പറയുന്നത്. സ്കോപ്പോ, മൈക്രോസ്കോപ്പ് എന്തിനാ? നോക്കാൻ. ടെലസ്കോപ്പ് ദൂരെയുള്ള സാധനങ്ങൾ നോക്കാൻ. അപ്പൊ ആ നോക്കുക എന്നുള്ള വാക്ക് വെച്ച് റിലേറ്റ് ചെയ്താൽ മതി. സ്കോപ്പോഫോബിയ നമ്മളെ ആരെങ്കിലും നോക്കുന്നുണ്ടോ എന്നുള്ള ആ ഒരു ഫോബിയാണ് സ്കോപ്പോഫോബിയ. ഓക്കെ,
നെക്സ്റ്റ് സിനോഫോബിയ. എന്താ സിനോഫോബിയ? ഫിയർ ഓഫ് ചൈനീസ് പീപ്പിൾ ആൻഡ്, അതായത് ചൈനക്കാരെ അല്ലെങ്കിൽ ചൈനീസ് സാധനങ്ങളോടുള്ള പേടിയാണ് സിനോഫോബിയ. എന്തുമാത്രം പേടികളല്ലേ, പല ടൈപ്പ് പേടികളാ. സിനോഫോബിയ ഉണ്ട്, ഇനി അമേരിക്കൻ പീപ്പിളിനെ കാണുമ്പോൾ ഉള്ള ഫോബിയ ഉണ്ട്. ഇത് റൂസോഫോബിയ, എന്താ റഷ്യൻ പീപ്പിളിനെ അല്ലെങ്കിൽ റഷ്യൻ തിങ്സിനെ കാണുമ്പോൾ ഉള്ള ഫോബിയാണ് റൂസോഫോബിയ. ആംഗ്ലോഫോബിയ, അത് ബ്രിട്ടീഷ് പീപ്പിളിനെ അല്ലെങ്കിൽ ബ്രിട്ടീഷ് തിങ്സിനെ കാണുമ്പോൾ ഉള്ള പേടിയാണ് ആംഗ്ലോഫോബിയ. സോ അങ്ങനെയും കുറെ നാഷണാലിറ്റി ആയിട്ട് ബന്ധപ്പെട്ട് കുറെ ഫോബിയാസ് ഉണ്ട്. ഓക്കെ, ഫിയർ ഓഫ് ചൈനീസ് പീപ്പിൾ, റൂസോ, ആംഗ്ലോഫോബിയ, ഓക്കെ, തുടങ്ങിയ കാര്യങ്ങൾ. അപ്പം ഇത് ഇത്രയും ക്ലിയർ ആണല്ലോ. നെക്സ്റ്റ് ഫിയർ ഓഫ് ഫുഡ്. വളരെ രസകരമായ കുറച്ച് പേടികളാണ് ഇനി നമ്മൾ പഠിക്കാൻ പോകുന്നത്. ഫിയർ ഓഫ് ഫുഡ്, ആഹാരത്തെ പേടിയുള്ള ആൾക്കാരെ നമ്മൾ വിളിക്കുന്ന പേരാണ് സിബോഫോബിയ. ആഹാരത്തെ പേടി, അല്ലെ? ആഹാരത്തെ കാര്യങ്ങളും പേടിക്കൂ. ആഹാരത്തെ പേടിയുള്ള ഫോബിയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? സിബോഫോബിയ. വളരെ കുഞ്ഞു കുട്ടികളൊക്കെ ആഹാരം കഴിക്കാനായിട്ടൊരു ഇറിറ്റേഷൻ ആണ്, അല്ലെങ്കിൽ അവർക്ക് വേണ്ട അത്തരത്തിലുള്ള ഒരു വെറുപ്പ് അല്ലെങ്കിൽ അതിനോടുള്ളൊരു ഭയം, അതിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? സിബോഫോബിയ എന്ന് പറയുന്നത്. ചിലർ ഈ അലർജിയൊക്കെ ഉള്ള ആൾക്കാരുണ്ട്, റെഡ് മീറ്റ് അലർജിയൊക്കെ ഉള്ള ആൾക്കാരുണ്ട്. അപ്പൊ അവർക്കൊക്കെ എന്ത് ചെയ്യാൻ പറ്റും? ഈ ബീഫ് പോലുള്ള സാധനങ്ങൾ കിട്ടുന്ന സമയത്ത് അവർക്ക് കഴിക്കാൻ ഒരു പേടിയാണ്. അപ്പൊ അത്തരം ഫോബിയാസിയാണ് നമ്മൾ സിബോഫോബിയ എന്ന് പറയുന്നത്. സിബോഫോബിയ. നെക്സ്റ്റ് ഫിയർ ഓഫ് എക്സ്പീരിയൻസിങ് പ്ലഷർ, സന്തോഷിക്കാൻ പേടിയുള്ളത്, അല്ലെ? എനിക്കൊരു കൂട്ടുകാരനുണ്ട്. പുള്ളിക്കാരൻ എന്ന് വെച്ചാല് അമിതമായിട്ട് സന്തോഷം വന്നാൽ എന്റെ മനസ്സിൽ ടെൻഷനാണ്. എനിക്കിനി എന്തെങ്കിലും പറ്റുമോ, ആദ്യമേ സന്തോഷിക്കുന്ന എന്തെങ്കിലും ടെൻഷൻ വരാൻ വേണ്ടിയിട്ടാണ്. അങ്ങനെയൊക്കെ പേടിയുള്ള ഒരു കൂട്ടുകാരൻ എനിക്കുണ്ട്. സോ അത്തരം ആൾക്കാരെ നമ്മൾ വിളിക്കുന്ന പേരാണ് ഹെഡനോഫോബിയ. കൂട്ടുകാരന്റെ പേര് ഞാൻ പറയുന്നില്ല, ഹെഡനോഫോബിയ. എന്താ? ഫിയർ ഓഫ് എക്സ്പീരിയൻസിങ് പ്ലഷർ, സന്തോഷിക്കാൻ പേടിയുള്ളതിനെയാണ് നമ്മൾ ഹെഡനോഫോബിയ എന്ന് പറയുന്നത്. എന്തെന്ന് പറയും? ഹെഡനോഫോബിയ എന്ന് പറയും. ഓക്കെ, നെക്സ്റ്റ് വാക്ക്. അപ്പൊ സിബോഫോബിയ ഫുഡ് ആണെങ്കിൽ, എക്സ്പീരിയൻസിങ് പ്ലഷർ ഹെഡനോഫോബിയ. ഓക്കെ, പഠിച്ചോളണം, മറന്നു പോകരുത്. നെക്സ്റ്റ് വാക്കാണ് ഫിയർ ഓഫ് എവ്രിതിങ്. എല്ലാത്തിനെയും പേടിയുള്ള ആൾക്കാർ, എല്ലാത്തിനെയും പേടിയാണ്. ഫിയർ ഓഫ് എവ്രിതിങ്ങിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? പാനോഫോബിയ. എന്ന് വെച്ചാൽ എന്താണ്? ഫിയർ ഓഫ് എവ്രിതിങ്. പാനോഫോബിയ എന്നും പറയും, പാന്റോഫോബിയ എന്നും പറയാറുണ്ട്. ഓക്കെ, ഫിയർ ഓഫ് എവ്രിതിങ്ങിനെയാണ് നമ്മൾ പാനോഫോബിയ അല്ലെങ്കിൽ പാന്റോഫോബിയ എന്ന് പറയുന്നത്. ഓക്കെ ആണോ? സിബോഫോബിയ ആയി, പാനോഫോബിയ ആയി, അതേപോലെ നമ്മൾ തൊട്ട് മുന്നേ പഠിച്ച ഹെഡനോഫോബിയയും. നെക്സ്റ്റ് ഫിയർ ഓഫ് ഫിയർ, പേടിയുള്ളവരാൾക്കാരാണെങ്കിലോ? പേടി, അല്ലെ? പേടി എന്നുള്ള വാക്ക് എന്താ? ഫോബിയ എന്നാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. അപ്പൊ ഫിയർ ഓഫ് ഫിയർ ആകുമ്പോഴോ എന്തായിരിക്കും? ഫോബോഫോബിയ ആയിരിക്കും. ഫോബോഫോബിയ, അതാണ് എന്തെന്ന് പറയുന്നത്? ഫോബോഫോബിയയാണ് നമ്മൾ ഫിയർ ഓഫ് ഫിയർ എന്ന് പറയുന്നത്. ഫോബോഫോബിയ, പേടിക്കാൻ അല്ലെങ്കിൽ പേടിക്കാൻ പേടിയുള്ള ആൾക്കാരെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? ഫിയർ ഓഫ് ഫിയറിനെയാണ് നമ്മൾ ഫോബോഫോബിയ എന്ന് പറയുന്നത്. ഓക്കെ, നമുക്ക് അടുത്ത ഇന്ന് പഠിച്ച വാക്കുകളെല്ലാം ഒന്ന് റിവൈസ് ചെയ്യാം. മാച്ച് ദ ഫോളോയിങ്ങിലൂടെ. നമുക്ക് എന്ത് ചെയ്യാം? ഇന്ന് പഠിച്ച വാക്കുകളെല്ലാം ഒന്ന് റിവൈസ് ചെയ്തതിന് ശേഷം ഈ ഒരു സെഷൻ, ടൈപ്സ് ഓഫ് ഫോബിയ എന്ന് പറയുന്ന സെഷൻ നമുക്ക് വൈൻഡ് അപ്പ് ചെയ്യാം. ഓക്കെ, നമ്മൾ ഇന്ന് പഠിക്കുന്ന ഫസ്റ്റ് വാക്ക് ക്സെനോഫോബിയ. എന്തായിരുന്നു ക്സെനോഫോബിയ? പറഞ്ഞേ. ക്സെനോഫോബിയ ഫിയർ ഓഫ് സ്ട്രേഞ്ചേഴ്സിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? ക്സെനോഫോബിയ. സ്ട്രേഞ്ചേഴ്സ്. ഓക്കെ, ഫിയർ ഓഫ് സ്ട്രേഞ്ചേഴ്സിനെയാണ് നമ്മൾ ക്സെനോഫോബിയ എന്ന് പറയുന്നത്. എന്താ ഗ്ലോസോഫോബിയ? ബഹുഭൂരിപക്ഷം ആൾക്കാർക്കും ഉള്ള ഒരു പേടിയാണ് ഗ്ലോസോഫോബിയ എന്ന് പറയുന്നത്. എന്താ? പബ്ലിക് സ്പീക്കിംഗ്, അല്ലെ? ഫിയർ ഓഫ് പബ്ലിക് സ്പീക്കിങ്ങിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? ഗ്ലോസോഫോബിയ എന്ന് പറയുന്നത്. സ്കോപ്പോഫോബിയ എന്താ? മൈക്രോസ്കോപ്പ്, ടെലസ്കോപ്പ് ഒക്കെ എന്തിനാ യൂസ് ചെയ്യുന്നതെന്ന് പറഞ്ഞു? നിരീക്ഷിക്കാൻ, അല്ലെ? അപ്പൊ നമ്മളെ ആരെങ്കിലും വാച്ച് ചെയ്യുന്നുണ്ടോ എന്നുള്ള ഭയത്തെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? സ്കോപ്പോഫോബിയ എന്ന് പറയുന്നത്. നെക്സ്റ്റ് വാക്കാണ് ഫോബോഫോബിയ. എന്താ ഫോബോഫോബിയ എന്ന് പറയുന്നത് തന്നെ ഫിയർ ആണ്. അപ്പം ഫിയർ ഓഫ് ഫിയറിനെയാണ് നമ്മൾ ഫോബോഫോബിയ എന്ന് പറയുന്നത്. പാനോഫോബിയ ആണെങ്കിലോ എല്ലാത്തിനെയും പേടി. പാനോഫോബിയ എന്നോ പാന്റോഫോബിയ എന്നൊക്കെ നമുക്ക് പറയാം. അതിനെയാണ് നമ്മൾ ഫിയർ ഓഫ് എവ്രിതിങ്, പാനോഫോബിയ. അടുത്തത് വൺ ഇറോഫോബിയ. എന്താ വൺ ഇറോഫോബിയ? ഞാൻ പറഞ്ഞായിരുന്നു,
തിരിഞ്ഞു പോകരുതെന്നൊക്കെ പറഞ്ഞായിരുന്നു. എന്താ? ഡ്രീംസിനെ പറ്റിയുള്ള ഭയം, ഡ്രീംസിനെ കാണാനുള്ള ഭയത്തെയാണ് നമ്മൾ ഒണിറോഫോബിയ എന്ന് പറയുന്നത്. അടുത്തത് സ്കയോഫോബിയ. സ്കോപ്പോ പഠിപ്പിച്ചതിന്റെ കൂട്ടത്തിൽ ഞാൻ പറഞ്ഞു സ്കയോ തിരിഞ്ഞു പോകരുത് എന്ന്. എന്താ സ്കയോഫോബിയ? സ്കയോ, യെസ് ആലോചിച്ചാൽ മതി. എന്താ? ഷാഡോസിനെ പേടിയുള്ളതിനെയാണ് നമ്മൾ സ്കയോഫോബിയ എന്ന് പറയുന്നത്. മാസ്റ്റിഗോഫോബിയ, മാസ്റ്റിഗോ, അടിയെ പേടിയുള്ളതിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? മാസ്റ്റിഗോ. ആരെങ്കിലും നമ്മൾ ആക്രമിക്കുമോ എന്നൊക്കെ ഉള്ള ഭയത്തെയാണ് നമ്മൾ മാസ്റ്റിഗോ ഫോബിയ എന്ന് പറയുന്നത്. എന്താ സിബോഫോബിയ? സിബോഫോബിയ എന്താ? ഫിയർ ഓഫ് ഫുഡ് ആണ് എന്തെന്ന് പറയുന്നത്? സിബോഫോബിയ എന്ന് പറയുന്നത്. നെക്സ്റ്റ് ഹെഡനോഫോബിയ. ഞാൻ പറഞ്ഞില്ല എനിക്കൊരു കൂട്ടുകാരനുണ്ട്, അവനെന്ന് വെച്ചാൽ സന്തോഷിക്കാൻ പേടിയുള്ളവനാണ്. അവനെന്ത് ഫോബിയാണ്? ഹെഡനോഫോബിയാണ്. ഹെഡനോഫോബിയ. ഓക്കെ, സോ ഇതാണ് ഇന്ന് നമ്മൾ പഠിച്ച വാക്കുകൾ. ഇത്രയും കൊണ്ട് നമ്മുടെ ഈ ഒരു വൊക്കാബുലറി സെഷൻ അബൌട്ട് ഫോബിയാസ് അവസാനിക്കുകയാണ്. നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഇതേ ഒരു വാക്ക് ഇവിടെ വന്നിട്ടുണ്ട്. സെഡറോഡ്രോമോഫോബിയ എന്ന് വെച്ചാൽ എന്താണ്? എല്ലാവരും ഇതിന്റെ ആൻസർ ഒന്ന് കമന്റ് ചെയ്യുക. എല്ലാവർക്കും സുപരിചിതമായ ഒരു കാര്യമാണ്, മിക്കവർക്കും ഇഷ്ടപ്പെട്ട ഒരു കാര്യമാണ്. എന്നാലും അത് ഇഷ്ടപ്പെടാത്ത കുറച്ച് പേരുണ്ട്. ഇഷ്ടപ്പെടാത്ത മീൻസ് അതിനെ പേടിയുള്ള കുറച്ച് ആൾക്കാരുണ്ട്. സോ എന്താണ് ഈ സിഡറോഡ്രോമോഫോബിയ? ഓക്കെ, സോ ഇതോടെ നമ്മുടെ ഇംഗ്ലീഷ് വൊക്കാബുലറിയുടെ ടൈപ്സ് ഓഫ് ഫോബിയാസ് എന്ന് പറയുന്ന സെക്ഷൻ അവസാനിക്കുകയാണ്. സോ എല്ലാവർക്കും താങ്ക് യു.